ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈപോഡ് അൺബോക്സിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ക്യാമറ റിവ്യൂ ഇട്ടായിരുന്നു. അത് എനിക്ക് ഗിഫ്റ്റായിട്ട് ഇട്ടൊരു ക്യാമറയാണ് എന്ന് പറയാം. അപ്പോൾ അതിനായിട്ടൊരു ട്രൈപോഡ് വാങ്ങിച്ചാണ്. കാരണം ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഇത് അത്ര ഒരു എന്താ പറയുക ലെക്കൊക്കെ കണ്ടോ, ഒരു സ്ട്രെൽത്ത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്താ പറയുക വീണാലൊക്കെ പണി പോകണം. അതുകൊണ്ടാണ് ഈ ട്രൈപോഡ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലെഗ് ഒന്ന് കംപ്ലൈൻ്റ് ആണ്. ഞാൻ കാണിച്ചിട്ടുണ്ടോ, ലെഗ് ഒന്ന് കംപ്ലൈൻ്റ് ഒക്കെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഭയമാണ്, കാരണം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണിയാവുമോ എന്നൊരു പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പുതിയൊന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ട്രൈപോഡ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ട്രൈപോഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ട്രൈപോഡ് കണ്ടോ, ഇതാണ് ആ ട്രൈപോഡിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ആ ട്രൈപോഡിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ്. നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സബ്സ്ക്രൈബ് ബെല്ലേക്കും പ്രസ് ചെയ്യുക. ഓക്കെ, സോ ഉണ്ടോ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 120 ഗ്രാം. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, സോ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ് എന്ന് പറയുന്നത്. ഇതിൽ ക്യാമറ, ക്യാംകോർഡർ, ട്രൈപോഡ് എന്നോ അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പവർ സ്മാർട്ട് WT330A എന്നൊക്കെയാണ് ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. പിന്നെ അവിടെ അതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ വെയ്റ്റും അതും ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെയ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്ര, ഇപ്പോൾ വെയ്റ്റിൻ്റെ കാര്യം 820 ഗ്രാമാണ് അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടുന്ന ട്രൈപോഡാണ്. അപ്പോൾ ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നു ഞാനൊക്കെ യൂസ് ചെയ്തിരുന്നത്, എന്താ 3330 അങ്ങനെ എന്തോ ട്രൈപോഡ്. അത് അതിനേക്കാളൊക്കെ എത്ര ബെറ്ററാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് ബാഗിലാണ് നമുക്കിത് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ട്രൈപോഡാണിത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു ബ്ലാക്ക് ക്യാരി ബാഗിലാണ് കിട്ടുന്നത്. നമുക്ക് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു ബാഗിലിട്ട് കൊണ്ടുപോകാം. ഒരു സാധാരണ നോർമൽ ബാഗ്. പിന്നെ അതിനുള്ള ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ലോക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ ട്രൈപോഡ് വെച്ചിട്ട് തന്നെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ കരുതി. പക്ഷേ നമ്മുടെ ആ ക്യാമറ ആ ട്രൈപോഡ് താങ്ങുമെന്ന് അറിയില്ല, ട്രൈപോഡ് ക്യാമറ താങ്ങുമെന്ന് അറിയില്ല. ചിലപ്പോൾ അതുപോലെ അതിൻ്റെ എന്താ ലെഗും കാര്യങ്ങളൊക്കെ അത്ര ഒരു സ്റ്റെൽത്തി അല്ലെന്ന് പറയാം. ചിലപ്പോൾ താഴെ ഇട്ടാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നല്ലൊരു ട്രൈപോഡ് വാങ്ങിയത്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ എന്താ പറയുക നല്ലൊരു വീഡിയോസൊക്കെ അപ്ലോഡ് ഇനി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മുടെ ഒരു ട്രൈപോഡ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പുറത്തോട്ട് എടുക്കാം. കണ്ടോ, ഒരു ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ട്രൈപോഡ് കിട്ടുന്നത്. അപ്പോൾ ഒരുവിധം അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, 550 മില്ലിമീറ്റർ ഒക്കെയാണ് നമ്മുടെ എന്താണ് മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കണ്ടോ നമ്മുടെ ട്രൈപോഡ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ പവർ സ്മാർട്ട് എന്നൊക്കെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ട്രൈപോഡാണെന്ന് പറയാം. നിങ്ങൾ എന്താണ് ആ ഒരു എന്താ പറയുക ആ 330 3320 ആ ട്രൈപോഡ് പോയിട്ട് എടുക്കാതെ തീർച്ചയായിട്ടും ഇതിലോട്ടൊക്കെ പോവുക. കാരണം അതെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ എന്തായാലും കിട്ടില്ല. കാരണം അത്ര നല്ലൊരു ട്രൈപോഡല്ല അത്. ഓക്കെ, ഈ ട്രൈപോഡ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് നിർത്തി നോക്കാം. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, ഒരു നോർമൽ ഹൈറ്റ് ഉണ്ട്, വലിയ ഹൈറ്റ് എന്ന് പറയാനുള്ള ഒരു ഇതില്ല. ഓക്കെ, ഇതിലും നല്ല ഹൈറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ ട്രൈപോഡിലോട്ട് പോവുക. എന്നാലും എൻ്റെ ആദ്യത്തെ ട്രൈപോഡിനാട്ടിലും ഒരുപാട് ഹൈറ്റ് ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ കണ്ടോ നമുക്കതിന് ലെഗ്സൊക്കെ ഒന്ന് അൺലോക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ കണ്ടോ ഇതാണ് ട്രൈപോഡ്. ഇനി മുകളിലുണ്ട് നമുക്ക് എന്താ പൊക്കാനുള്ള ഒരു പാകം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സ്പിരിറ്റ് ലെവലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് ഒരുവിധം എല്ലാ ട്രൈപോഡിലും ഉണ്ടാവും.
നമുക്ക് നല്ല ലെവലായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പിരിറ്റ് ലെവലിൽ കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഒരു ലെവലിലായിട്ട്. പിന്നെ ഈ സ്ക്രൂ ലൂസ് ചെയ്ത് കൊടുത്തത് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞുണ്ടോ മുകളിലോട്ട് അങ്ങനെ പൊന്തി പോകും. അത് നല്ല രസമുള്ളൊരു പണിയാണ്. അങ്ങനെ ഉണ്ടോ പൊന്തി അങ്ങനെ പോകും. അത് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ്. ഓക്കെ, ഇത് കാണാം. ഇതിൽ നമുക്ക് ഏകദേശം 3 കിലോ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രൈപോഡ് തന്നെയാണിത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ ക്യാമറയുടെ അടിയിൽ നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ട്രൈപോഡിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ക്യാമറ ഈ ഒരു ട്രൈപോഡിലോട്ട് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യാനായിട്ട് അതിലൊരു ലിവറുണ്ട്, അതൊന്ന് ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ ഒരു ട്രൈപോഡ് ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വലിയ വെയിറ്റും ഇല്ല, നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ട്രൈപോഡ് തന്നെയാണ്. ഒരു എന്താ പറയുക, ബിഗിനേഴ്സിന് പറ്റിയ ട്രൈപോഡാണ്, വലിയ പ്രൊഫഷണലൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള ഷോർട്സൊക്കെ നല്ല വൃത്തിയായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഈ ട്രൈപോഡ് ഉപയോഗിച്ചിട്ടൊക്കെ. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ ട്രൈപോഡിൻ്റെ ഒരു ഓവർവ്യൂ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹൈറ്റ് കിട്ടുന്ന ഒരു ട്രൈപോഡാണ്. അപ്പോൾ നമുക്ക് ഈ ട്രൈപോഡ് ഉപയോഗിച്ചിട്ട് നല്ല എന്താ പറയുക, സിനിമാറ്റിക് ആയിട്ടുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെ ട്രൈപോഡിൽ പറയാനുള്ളത്. പിന്നെ ട്രൈപോഡ് പ്രത്യേകിച്ച് വിവരിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടല്ലോ, എന്താ പറയുക, അപ്പോൾ ചെറിയൊരു ഇതാണ്, അൺബോക്സിങ് ആണ്. അപ്പോൾ ക്യാമറക്കായിട്ട് വാങ്ങിച്ചതാണെന്ന് പറയാം. കാരണം ക്യാമറ കിട്ടിയിട്ട് പിന്നെ നമ്മൾ ട്രൈപോഡിനായിട്ട് ഇതാവേണ്ട. അതൊന്നും ഞാൻ ശരിക്കും കരുതിയിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊന്നും. കാരണം എനിക്ക് എൻ്റെ ഈ ഒരു പഴയ ട്രൈപോഡ് വെച്ചിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകാനായിരുന്നു പ്ലാൻ. അതിന് കാലൊടിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നായിരുന്നു. അതും ആ മൊബൈൽ വെച്ചിട്ടൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തോന്നിയിരുന്നു ആ പ്ലാന്. ഓക്കെ, എന്താ ക്യാമറ ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പോൾ അതിനൊരു ട്രൈപോഡിന് വെറുതെ ഏതാണ്ടെന്ന് ട്രൈപോഡ് വാങ്ങിച്ചാണ്. ഓക്കെ, സോ ഇനി കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള കണ്ടൻറ്റൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് പർച്ചേസ് ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.